Ladies and gentlemen, we have started our descent into Dubai from New York. Weather is clear and 104 degree Fahrenheit or 40 degrees Celsius with a smooth landing in 10 minutes. Please fasten your seatbelts and store your tray tables. Thank you for flying Combin Airlines. Cabin crew, please take your seats. Turn options either side. Lionel Messi! There's your goal! There's more history! ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു 100 ആളുടെ ശക്തിയുണ്ട് ചേച്ചിക്ക്. ആ നടപ്പില് ഭൂമി അങ്ങ് കുലുങ്ങും. An ego bigger than the entire city of New York. പയ്യെ ശ്രദ്ധിക്കണേ. സർപ്രൈസ്. ഹലോ മൈ ഡിയർ ലിറ്റിൽ സിസ്റ്റർ, നിനക്ക് സുഖമാണോ? 16-17 മണിക്കൂർ ഞാൻ ഫ്ലൈറ്റ് ചെയ്ത് ക്ഷീണിച്ചു. ന്യൂയോർക്കിൽ നിന്നല്ലേ വരുന്നത്. എന്തൊരു ചൂട് ദുബായിൽ. മിസ്റ്റർ ജോസ്, സുഖമാണോ നിനക്ക്? കടകരിക്കല്ലേ, എന്റെ അസിസ്റ്റന്റ് വേണം എനിക്ക്. ഒരു ദിവസത്തിന്റെ സ്റ്റേ എന്തിനാ ഇത്ര പെട്ടി? അയ്യോ മനസ്സിലായില്ല. ആര്? നമ്മളുടെ ജോസഫിന്റെ മോളാ. ഓ കുട്ടി എന്ത് ചെയ്യുന്നു? ഞാനിവിടെ വർക്ക് ചെയ്യാണ്, നേഴ്സ്. ആന്റി എന്ത് ചെയ്യുന്നു? ഞാനൊരു $multi-billion US റെസ്റ്റോറൻറ്റ് ചെയിനിന്റെ ഓയിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. കല്യാണം എന്തെങ്കിലും? ഇല്ല, ആയിട്ടില്ല. അല്ല, താല്പര്യമുണ്ട്, നോക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് പയ്യൻ എൻ്റെ കയ്യിലുണ്ട്. അവനിപ്പോ അമേരിക്കയില. ദേ നോക്കിക്കേ, നല്ല ഉഗ്രം പയ്യനാ. അവിടെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ലോജിസ്റ്റിക്സിലെ വർക്ക് ചെയ്യണം. എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേ, നല്ല ശമ്പളവുമാണ്. അപ്പൊ ചേച്ചി ആ പയ്യൻ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ അതെ 3 കണ്ടീഷൻസ് ഉണ്ട്. നമ്പർ 1 നല്ല പൈസ ഉണ്ടാവണം. നമ്പർ 2 നല്ല കുടുംബമായിരിക്കണം. ആൻഡ് നമ്പർ 3 സോഷ്യൽ മീഡിയ പറ്റത്തില്ല. അവനെ അനുസരിച്ച് ജീവിച്ചാൽ മതി. വിമൻ ഷുഡ് സ്റ്റേ ഇൻ ദ പ്ലേസ്. രേഖേ, നമുക്ക് ഈ ആലോചന വേണ്ടെന്ന് വെക്കാം. വേണം. ഈ പയ്യൻ തന്നെ ഈ കുട്ടിയെ കെട്ടും. അല്ല രാഖി? ആ ചേച്ചി, രാഖി, ഇവിടെ മുഴുവൻ 360 ഡിഗ്രിയും പ്രശ്നങ്ങളാടി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഈ ഒരു അങ്കിൾ ഉള്ളത് സ്വന്തം മോനെ കെട്ടിച്ചുവിടാനായിട്ട് നമ്മുടെ തലയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ കെട്ടിച്ചുവിട്ടാൽ മാത്രമേ ആ വില്ല് എഴുതത്തുള്ളെന്ന് പറഞ്ഞു. പൈസ ആണെങ്കിൽ തരത്തുമില്ല. ഈ പയ്യനാണെങ്കിൽ കാണാനും കൊള്ളത്തില്ല, ജോലിയില്ല, കുളിക്കത്തില്ല, നരക്കത്തില്ല, ഭയങ്കര നാറ്റമാണ്. നമുക്ക് ആ പയ്യന്റെ സ്വഭാവം അറിയുന്നതല്ലേ. എൻ്റെ അറിവിൽ ഒരു ഫാമിലി ഉണ്ട്. ഇടയ്ക്ക് വന്ന് എന്നോട് കടമൊക്കെ ചോദിച്ചേ. കുട്ടിക്ക് അമേരിക്കയിലൊക്കെ പോകാൻ താല്പര്യമുണ്ട്. പാവപ്പെട്ട ഫാമിലിയാ. എന്നാ പിന്നെ അത് മതി. എനിക്ക് എന്റെ പൈസ വേണം. നീ ഒരു കാര്യം ചെയ്യും, അവരെ നിന്റെ ഫ്ലാറ്റിലേക്ക് ഒന്ന് വിളിക്കേ. നമുക്ക് അവിടെ വെച്ച് ട്രാപ്പ് ചെയ്യാം. ശരി ചേച്ചി. ഞാൻ അടുത്ത ആഴ്ച ന്യൂയോർക്കിൽ നിന്ന് ദുബായിലോട്ട് വരുന്നുണ്ട്. നീ അപ്പോഴത്തേക്ക് അവരെ സെറ്റ് ആക്കി. പോലീസിനോട് എങ്ങനെ പറഞ്ഞാണ്ടല്ലോ, അന്നേരം അറിയാം എന്റെ പവർ. എന്തായാലും ഈ പെണ്ണുങ്ങളൊന്നും ഇൻസ്റ്റാഗ്രാമിൽ വേണ്ട. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്തായിരുന്നു. ഹലോ. Assalamu alaikum. Is this Joss? അതെ. Habibi, this is Dubai police. Don't believe anything the woman opposite you is saying. She's a scammer who has multiple charges in New York, Dubai, Bahrain and India. And police is on the way. She's trying to blackmail you so she can get a share of her uncle's wealth. She is a maha fraud. എവിടെയാ നമ്മൾ ജോലി ചെയ്യുന്നത് പറഞ്ഞത്? അത് ഞാൻ ഓയിൽ കമ്പനി. KFC ഫ്രൈ ചിക്കൻ. മകൻ എവിടെ? മകന് ലോജിസ്റ്റിക്സ് ഇങ്ങനെ യാത്രകളൊക്കെ ആയിട്ട് ഇങ്ങനെ. ഡെലിവറി ബോയ്. എന്റെ മോളെ ആരെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്തായാലും ഈ പ്രപ്പോസൽ എനിക്ക് താല്പര്യമില്ല. ഇത് നടക്കില്ല. എനിക്ക് പൈസ വേണം. എന്താണേലും ശരി, നിങ്ങളുടെ മകളെ എന്റെ ആ മോനെ കൊണ്ട് തന്നെ കെട്ടിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? അത് നിങ്ങളാരെന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? വോട്ട് വാ. അവിടെ ഒരു ഒടുക്കത്ത കണ്ണാടി. അവരെ തൊടല്ലേ, എന്റെ മാഡം തൊടല്ലേ. തൊട്ടാ ഞാൻ അടിക്കും. Get out! നമുക്ക് പോവാം.
മാൻഹാട്ടൻ പോയിട്ട് മട്ടാഞ്ചേരി പോലും കണ്ടിട്ടില്ല അവന്മാർ. എന്താ പറഞ്ഞേ? ഒരു പാവ ഫാമിലി ആയിരുന്നു അല്ലേ?